നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഗ്നിസ്റ്റ് ദ ഫാമേഴ്സ് എന്ന ടോപ്പിക് വരെയാണ് പഠിച്ചു നടത്തിയത്. അതായത് സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ ദ ബ്രിട്ടീഷ് എഗ്നിസ്റ്റ് ദ ഫാമേഴ്സ്. കർഷകർക്കെതിരെ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നടത്തിയത്. ഇന്ന് നമ്മൾ അടുത്ത ടോപ്പിക്കായ എഗ്നിസ്റ്റ് ദ ട്രൈബൽസ്, ഗോത്രജനതയ്ക്കെതിരെ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച നടപടികളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെ നടപടികളാണ് ഗോത്രജനതയ്ക്കെതിരെ ബ്രിട്ടീഷുകാർ സ്വീകരിച്ചതെന്ന് നമുക്ക് നോക്കാം. The British framed several laws to exploit the forest resources. ഇന്ത്യൻ വനസമ്പത്ത് ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഒരുപാട് വന നിയമങ്ങൾ രൂപീകരിച്ചു. ഇന്ത്യൻ വനസമ്പത്ത് ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഒരുപാട് വന നിയമങ്ങൾ രൂപീകരിച്ചു. The British framed several laws to exploit the forest resources. These laws gave the East India Company absolute control over the forest. ഈ നിയമങ്ങളെല്ലാം തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യൻ വനങ്ങളുടെ മേൽ പൂർണ്ണ അധികാരം നൽകുന്നവയായിരുന്നു. ബ്രിട്ടീഷുകാർ രൂപീകരിച്ച നിയമങ്ങളെല്ലാം തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യൻ വനങ്ങളുടെ മേൽ പൂർണ്ണ അധികാരം നൽകുന്നവയായിരുന്നു. These laws gave the East India Company absolute control over the forest. This disturbed the collection of forest products and adversely affected the traditional farming of the tribals. ഈ വനനിയമങ്ങൾ, ബ്രിട്ടീഷുകാർ രൂപീകരിച്ച വനനിയമങ്ങൾ വനവിഭവ ശേഖരണത്തെയും അതുപോലെ തന്നെ ഗോത്രജനതയുടെ പരമ്പരാഗത കൃഷിയെയും പ്രതികൂലമായി ബാധിച്ചു. ബ്രിട്ടീഷുകാർ രൂപീകരിച്ച വനനിയമങ്ങൾ വനവിഭവ ശേഖരണത്തെയും അതേപോലെ ഗോത്രജനതയുടെ പരമ്പരാഗത കൃഷിയെയും പ്രതികൂലമായി ബാധിച്ചു. This disturbed the collection of forest products and adversely affected the traditional farming of the tribals. The habitat of the tribals were rich in minerals. ഗോത്രജനതയുടെ ആവാസ മേഖല ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമായിരുന്നു. ഗോത്രജനതയുടെ ആവാസ മേഖല ധാതു നിക്ഷേപങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. The habitat of the tribals were rich in mineral deposits. So the British constructed roads and railways to exploit these mineral resources. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ റോഡുകളും റെയിൽവേകളും നിർമ്മിക്കാൻ തുടങ്ങി. ധാതു നിക്ഷേപങ്ങൾ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഗോത്രജനതയുടെ ആവാസ മേഖലകളിൽ റോഡുകളും റെയിൽവേകളും നിർമ്മിക്കാൻ തുടങ്ങി. So the British constructed roads and railways to exploit the mineral deposits. ഇത്രയും കാര്യങ്ങളാണ് ഗോത്രജനതയ്ക്കെതിരെ ബ്രിട്ടീഷുകാർ എടുത്ത നടപടികൾ. അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ബോക്സിലായിട്ട് ദ ബിഗിനിങ് ഓഫ് റെയിൽവേസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യൻ റെയിൽവേയുടെ തുടക്കത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ ഇന്ത്യൻ റെയിൽവേ വാസ് ലോഞ്ച്ഡ് ഓൺ 16th April 1853. 1853 ഏപ്രിൽ 16 ഇന്ത്യൻ റെയിൽവേക്ക് തുടക്കം കുറിച്ചത്. 1853 ഏപ്രിൽ 16 ഇന്ത്യൻ റെയിൽവേക്ക് തുടക്കം കുറിച്ചത്. ദ ഇന്ത്യൻ റെയിൽവേ വാസ് ലോഞ്ച്ഡ് ഓൺ 16th April 1853. ആ ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. 1853 ഏപ്രിൽ 16 ഇന്ത്യൻ റെയിൽവേക്ക് തുടക്കം കുറിച്ചത്. The first train was from Bombay to Thane was flagged off at 3:35 PM on the same day. ആദ്യത്തെ ട്രെയിൻ ഏത് മുതൽ ഏതുവരെ ആയിരുന്നു? ആദ്യമായിട്ട് ഇന്ത്യയിൽ ട്രെയിൻ ബോംബെ മുതൽ താനെ വരെയായിരുന്നു ഓടിയത്. ആദ്യമായിട്ട് ഇന്ത്യയിൽ ട്രെയിൻ ഓടിയത് എവിടെ മുതൽ എവിടം വരെ ആയിരുന്നു? ബോംബെ മുതൽ താനെ വരെയായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രെയിൻ ഓടിയത്. 1853 ഏപ്രിൽ 16 3:35 PM ബോംബെയിൽ നിന്നും ആദ്യത്തെ ട്രെയിൻ പുറപ്പെട്ടത് താനെയിലേക്ക്. 1853 ഏപ്രിൽ 16 3:35 ബോംബെയിൽ നിന്നും ആദ്യത്തെ ട്രെയിൻ പുറപ്പെട്ടത്. The first train was from Bombay to Thane was flagged off at 3:35 PM on the same day. It had 14 coaches which carried 400 passengers. ആദ്യത്തെ ട്രെയിനിൽ 14 കോച്ചുകളിലായിട്ട് 400 യാത്രികരായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിനിൽ 14 കോച്ചുകളിലായിട്ട് 400 യാത്രികരായിരുന്നു ഉണ്ടായിരുന്നത്.
ഇനി നമുക്ക് കേരളത്തിൽ എന്നാണ് ആദ്യമായിട്ട് ട്രെയിൻ വന്നതെന്ന് നോക്കാം. ഓൺ മാർച്ച് 1861, the first train in Kerala ran from Tirur to Bepur. മാർച്ച് 1861 കേരളത്തിൽ ആദ്യമായിട്ട് ട്രെയിൻ ഓടിയത്. മാർച്ച് 1861 കേരളത്തിൽ ആദ്യമായിട്ട് ട്രെയിൻ ഓടിയത്. അത് തിരൂർ മുതൽ ബേപ്പൂർ വരെ ആയിരുന്നു. ഓൺ മാർച്ച് 1861, the first train in Kerala ran from Tirur to Bepur. അപ്പം മാർച്ച് 1861 കേരളത്തിൽ ആദ്യമായിട്ട് ട്രെയിൻ ഓടിയത്. അത് തിരൂർ മുതൽ ബേപ്പൂർ വരെ ആയിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ആ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയാണ്. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് എഗനിസ്റ്റ് ദ വീവേഴ്സ്. ബ്രിട്ടീഷുകാർ നെയ്ത്തുകാർക്കെതിരായി സ്വീകരിച്ച നടപടികൾ. ആദ്യം തന്നെ നമ്മൾ എഗനിസ്റ്റ് ദ ഫാമേഴ്സ് പഠിച്ചു, പിന്നെ നമ്മൾ എഗനിസ്റ്റ് ദ ട്രൈബൽസ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എഗനിസ്റ്റ് ദ വീവേഴ്സ്. നെയ്ത്തുകാർക്കെതിരായി ബ്രിട്ടീഷുകാർ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കോട്ടൺ കൾട്ടിവേഷൻ became widespread in India during the company rule. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സമയത്ത് ഇന്ത്യയിൽ ആകമാനം പരുത്തി കൃഷി വ്യാപിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സമയത്ത് ഇന്ത്യയിൽ ആകമാനം പരുത്തി കൃഷി വ്യാപിച്ചു. കോട്ടൺ കൾട്ടിവേഷൻ became widespread in India during the company rule. But the handloom industry in India declined. പക്ഷേ ഇന്ത്യയിലെ കൈത്തറി മേഖലയ്ക്ക് തകർച്ച സംഭവിച്ചു. പരുത്തി കൃഷി വ്യാപിച്ചിട്ടു കൂടി ഇന്ത്യയിലെ കൈത്തറി മേഖലയ്ക്ക് തകർച്ച സംഭവിച്ചു. ഇതൊരു കോൺട്രാസ്റ്റിംഗ് സബ്ജക്റ്റ് ആണല്ലേ. സാധാരണ കോട്ടൺ കൾട്ടിവേഷൻ കൂടുമ്പോൾ ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയും ഇംപ്രൂവ് ആകേണ്ടതാണ്. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? കോട്ടൺ കൾട്ടിവേഷൻ കൂടിയപ്പോൾ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ഡിക്ലൈൻ ചെയ്തു. പരുത്തി കൃഷി കൂടിയപ്പോൾ കൈത്തറി മേഖല തകർന്നു. അതിന് കാരണം എന്തെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പരുത്തി കൃഷി കൂടുകയും കൈത്തറി മേഖല തകരുകയും ചെയ്യാനായിട്ടുള്ള പ്രധാന കാരണങ്ങൾ 3 ഉണ്ട്. 3 പോയിന്റ് ആയിട്ടാണ് ഈ കാരണങ്ങളെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ പോയിന്റ്, ദ റോ മെറ്റീരിയൽ കോട്ടൺ വാസ് എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. അസംസ്കൃത വസ്തുവായ പരുത്തി ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് വൻതോതിൽ കയറ്റുമതി ചെയ്തു. അസംസ്കൃത വസ്തുവായ പരുത്തി ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് വൻതോതിൽ കയറ്റുമതി ചെയ്തു. ദ റോ മെറ്റീരിയൽ കോട്ടൺ വാസ് എക്സ്പോർട്ടഡ് ഓൺ എ ലാർജ് സ്കെയിൽ ടു ഇംഗ്ലണ്ട്. ഇന്ത്യയിൽ നിന്നും പരുത്തി ഇംഗ്ലണ്ടിലേക്ക് കയറ്റുമതി ചെയ്തു. അതാണ് ആദ്യത്തെ പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ദ ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് ചീപ്പർ ടെക്സ്റ്റൈൽസ് ടു ഇന്ത്യ. ഇംഗ്ലണ്ടിൽ നിന്ന് വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. ഇംഗ്ലണ്ടിൽ നിന്ന് വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ വില കുറഞ്ഞ തുണിത്തരങ്ങളെ തേടി പോകുള്ളൂ അല്ലേ. ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് വില കുറഞ്ഞ തുണിത്തരങ്ങൾ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി വൻതോതിൽ. അതാണ് രണ്ടാമത്തെ റീസൺ, ദ ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് ചീപ്പർ ടെക്സ്റ്റൈൽസ് ഫ്രം ഇംഗ്ലണ്ട്. ഇനി മൂന്നാമത്തെ റീസൺ, എക്സസ് ടാക്സസ് were levied on clothes made in India. ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങളുടെ മേൽ വൻ തുക നികുതിയായി ചുമത്തി. ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങളുടെ മേൽ വൻതുക നികുതിയായി ചുമത്തി. എക്സസ് ടാക്സസ് were levied on the clothes made in India. ഇന്ത്യയിൽ നിർമ്മിച്ച തുണിത്തരങ്ങളുടെ മേൽ ഉയർന്ന നികുതി ചുമത്തി. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിലെ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ഡിക്ലൈൻ ചെയ്തത്. ഇന്ത്യയിലെ കൈത്തറി മേഖല തകർന്നത് ഈ 3 കാരണങ്ങൾ കൊണ്ടാണ്. എന്തൊക്കെയാണ് 3 കാരണങ്ങൾ? ഫസ്റ്റ്, ദ റോ മെറ്റീരിയൽ കോട്ടൺ വാസ് എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. അസംസ്കൃത വസ്തുവായ പരുത്തി ഇംഗ്ലണ്ടിലേക്ക് കയറ്റുമതി ചെയ്തു. സെക്കൻഡ്, ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് ചീപ്പർ ടെക്സ്റ്റൈൽസ് ഫ്രം ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ നിന്ന് വില കുറഞ്ഞ തുണിത്തരങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. മൂന്നാമത്തത്, എക്സസ് ടാക്സസ് were levied on clothes made in India. ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങളുടെ മേൽ ഉയർന്ന നികുതി ചുമത്തി. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിലെ കൈത്തറി മേഖല തകർന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ എഗ്നിസ്റ്റ് ദ ട്രൈബൽസ് എന്ന ടോപ്പിക്ക് നോക്കി.
പിന്നെ നമ്മൾ ആ ബോക്സിലുണ്ടായിരുന്ന ഇന്ത്യൻ റെയിൽവേസിനെ കുറിച്ച് നോക്കി. പിന്നെ നമ്മൾ എഗൈൻസ്റ്റ് ദ വീവേഴ്സ് എന്ന ടോപ്പിക്കോ ഇന്ന് പഠിച്ചു. എല്ലാവർക്കും ഇന്നത്തെ പോർഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.